ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CSDSന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് CSDSന്റെ കുടുംബാംഗങ്ങൾ കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് ഉജ്ജ്വലമായ മാർച്ചും ധർണയും നടത്തിയിരിക്കുകയാണ്. പട്ടികജാതിക്കാരായ ദളിത് ക്രൈസ്തവർ അവരെന്ന് അനുഭവിക്കുന്ന സാമൂഹ്യമായ അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണം. ഇന്നത്തെ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അവർക്ക് സർക്കാർ ജോലിയിൽ സംവരണമില്ല. അവർക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അത് വീട് പാർപ്പിടമാകട്ടെ, ഭൂമിയാകട്ടെ, ലോണുകളാകട്ടെ, മറ്റ് ഇന്നത്തെ ജനവിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യവും അവർക്ക് ലഭിക്കുന്നില്ല. അതിന് കാരണം എന്താണ്? അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ ക്രൈസ്തവ മതം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഐത്തം അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ തീണ്ടലും തൊടിയിലും വിധേയരായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അവകാശപ്പെടാൻ കഴിയില്ല. എന്തൊരു വിരോധാഭാസമാണ്! സിഖ് മതക്കാരും ബുദ്ധമതക്കാരും ഐത്തം അനുഭവിച്ചിട്ടാണോ അവർക്ക് പട്ടികജാതി മതത്തിൽ ഉള്ള എല്ലാ ആനുകൂല്യം കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ കടുത്ത വിവേചനം നൽകുക. പ്രിയമുള്ളവരെ, 1991-96 നരസിംഹറാവു ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചു. അന്ന് ഞാൻ ലോക്സഭാ അംഗമാണ്. ആ ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് ചർച്ച നടന്നപ്പോൾ ഞങ്ങൾ പ്രസംഗിച്ചു. പക്ഷേ 1995 ലോക്സഭയിൽ നടന്ന ഈ ഭരണഘടനാ ഭേദഗതി, ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കണമെന്ന ഭരണഘടനാ ഭേദഗതി വോട്ടിനിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ BJP അംഗങ്ങൾ ബില്ല് വലിച്ചു കീറി നടുത്തളത്തിൽ ബഹളമുണ്ടാക്കി. ബില്ല് പാസാക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തി. അന്നത്തെ നരസിംഹറാവുവിന്റെ ഗവൺമെന്റിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് അല്ല. പക്ഷേ BJPയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന സുഷമാ സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സഭയിൽ അധ്യക്ഷനായിരുന്ന സ്പീക്കർ ശിവരാജ് പാട്ടീൽ ആ ബില്ല് പാസ്സാക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയി അദ്ദേഹം അത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നിരന്തരമായ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മാർച്ചിന്റെ ഉദ്ഘാടകനാണ് അദ്ദേഹം. നിരവധി പരിപാടികളും നിയമസഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ പോകേണ്ടി വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ 1996 നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് കാലത്ത് പട്ടികജാതി സംവരണം, ദളിത് ക്രൈസ്തവ സംവരണം കൊടുക്കുവാനുള്ള ബില്ല് അവതരിപ്പിച്ച് ചർച്ച പൂർത്തിയാക്കി വോട്ടിനിട്ടപ്പോൾ അന്നത്തെ പ്രതിപക്ഷമായ BJPയുടെ ഭാഗത്തുണ്ടായ കടുത്ത എതിർപ്പിനെ തുടർന്ന് ആ ബില്ല് പിൻവലിക്കേണ്ടി വന്നു. പിന്നീട് പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും ബില്ല് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് രംഗനാഥ മിശ്ര കമ്മീഷൻ, KK സുരേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ രംഗനാഥ മിശ്ര കമ്മീഷൻ നിയമിച്ചു. രംഗനാഥ മിശ്ര കമ്മീഷൻ ഇന്ത്യ രാജ്യത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അവശത അനുഭവിക്കുന്നവരെ കുറിച്ചുള്ള പഠനം നടത്തിയപ്പോൾ ആ പഠനത്തിൽ രംഗനാഥ മിശ്ര കമ്മീഷൻ വ്യക്തമായി പറഞ്ഞു, അവശ ക്രൈസ്തവരെ അല്ലെങ്കിൽ ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ശുപാർശ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. ആ ശുപാർശ നടപ്പാക്കാതെ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അഭിഭാഷകൻ അറ്റോർണി ജനറലിനോട് സുപ്രീം കോടതി പലവട്ടം ചോദിച്ചു, എന്താണ് കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം? ഓരോ പ്രാവശ്യം മാറ്റിവെച്ച് സുപ്രീം കോടതിയിൽ വ്യക്തമായ അഭിപ്രായം കൊടുക്കാതെ മാറ്റിവെച്ച് അവസാനം ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഇവിടെ സുരേഷ് പറഞ്ഞതുപോലെ ജസ്റ്റിസ് KG ബാലകൃഷ്ണനെ, പഴയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അധ്യക്ഷനാക്കിക്കൊണ്ടൊരു കമ്മിറ്റി വെച്ചു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ കോടതി പറയാണ്, ഞങ്ങൾ ജസ്റ്റിസ് ബാലകൃഷ്ണനെ വെച്ചിരിക്കുക, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ അഭിപ്രായം അറിയിക്കാമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകും. ജസ്റ്റിസ് ബാലകൃഷ്ണൻ ഇതുവരെയും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത.